ഓ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സെബിൻ ആന്റണി, മൈ ചാനൽ സെബിൻസ് വ്ളോഗ്. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മളൊരു ചാലഞ്ച് വീഡിയോ ചെയ്യുവാണ്. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇന്നാണ് അതിന് സമയം കിട്ടിയത്. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ബോട്ടിൽ ചാലഞ്ചാണ്. കാര്യം ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും കാര്യങ്ങളാണ്. ഒരു 6 മണി വരെ ചൂട്, രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ താപനില തന്നെ 34-35 ഡിഗ്രി ഒക്കെയാണ് നമ്മുടെ ചൂടെന്ന് പറയുക കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ 100 ബോട്ടിൽ മിനറൽ വാട്ടർ മേടിച്ചിട്ട് കോട്ടയം ടൗണിൽ കാണുന്ന എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ബോട്ടിൽ മേടിക്കുന്നത് ബേസിക്സിൽ നിന്നാണ്. അത് നമ്മുടെ വില്ലൂന്നി ഭാഗത്തായിട്ടാണ് ബേസിക്സ് വരുന്നത്. അപ്പോൾ അവിടെ പോയി ബോട്ടിൽ മേടിക്കി കൊടുക്കുക എല്ലാം ചെയ്ത് കോട്ടയത്ത് കൊണ്ട് കൊടുക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പടക്കുതിരയിലാണ് കേട്ടോ. എൻ്റെ പണ്ടത്തെ ഒരു സ്കൂട്ടർ റേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലാണ് വന്നിരിക്കുന്നത്. കാർ ഓൾറെഡി ആക്സിഡൻ്റ് ആകുക കൊടുക്കുക എല്ലാം ചെയ്ത് കാറ് ഷോറൂമിലാണ്. പിന്നെ ബൈക്കിലൊന്നും കൊണ്ടുവരാനൊന്നും പറ്റിയില്ലാത്തതുകൊണ്ട് നമ്മൾ പടക്കുതിരയായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ നേരെ വില്ലൂന്നിലോട്ട് പോവാം. ഇപ്പം അവിടെ ചെന്നിട്ട് 100 ഇതേ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം ഇതേ കയറ്റാൻ പറ്റുന്നത്ര നമുക്ക് കൊണ്ട് കൊടുക്കാം. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 1:30 ആയിട്ടുണ്ട്. നല്ല വെയിലും കാര്യങ്ങളും. നമുക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും അവർക്കെല്ലാവർക്കും നമ്മൾ കൊടുക്കുവാണ്. കാരണം നമ്മുടെ ഒരു ചാലഞ്ചിങ് വീഡിയോ അല്ലേ. അപ്പോൾ നമ്മൾ ആ ചാലഞ്ചിങ് കംപ്ലീറ്റ് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ എന്താണെങ്കിലും നമുക്ക് അവിടെ ചെന്ന് സാധനം കളക്ട് ചെയ്ത് പോകാം. ഗൈസ് അങ്ങനെ നമ്മൾ ഇത് മേടിച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്ന 500 ml ആണോ കേട്ടോ. 500 ml 5 പാക്കറ്റ്. ഒരു പാക്കറ്റിനകത്ത് 20 ബോട്ടിൽ വെച്ച് വരും. അപ്പം 5 പാക്കറ്റിനകത്ത് 100 എണ്ണം. അപ്പോൾ അങ്ങനത്തെ കണക്കിലുള്ള സാധനമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. വണ്ടിയുടെ കാടി ഔട്ടുന്നോടം തൊട്ട് ഉള്ളിടത്ത് നമ്മളിപ്പം 4 പാക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം നമ്മൾ പൊട്ടിച്ചിട്ടൊരു 10 എണ്ണം നമ്മൾ ഇതുപോലെ സീറ്റിൻ്റെ അകത്ത് വെച്ചേക്കാണ്. പിന്നെ ബാക്കിയെല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ ഇത് നേരെ നമ്മൾ കൊണ്ടുപോയി ടൗൺ വരെ പോകുന്നില്ല. ടൗണിന് മുമ്പ് ആരെ കാണുന്നവർക്ക് എല്ലാവർക്കും നമ്മൾ കൊടുക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ കണ്ണിൽ കാണുന്നവരാരും ദാഹിച്ച് പറഞ്ഞ് നിൽക്കരുത്. അതാണ് നമ്മുടെ ഒരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരെ കൊണ്ട് കാണുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. ഫോണൊക്കെ അടിച്ച് വണ്ടിയൊക്കെ വരും സാറ്. ഇതാണ് വില്ലൂന്നി പള്ളി. ഇവിടെ എങ്ങനെയാണ് മറ്റേ യൂട്യൂബർ സെബിൻ സുറിയേക്കിൻ്റെ വീട്. തിരിയുന്നില്ലല്ലോ. ഇത്ര സാധനങ്ങളുമായിട്ട് നമ്മൾ പോകുന്നത്. എൻ്റെ വണ്ടി എന്നാ കൈ കൊടുത്താലും 20 കിലോമീറ്റർ മേളിൽ കയറിയല്ല. കാര്യം എന്താ വെച്ചാൽ സ്പീഡോമീറ്റർ കംപ്ലൈൻ്റ് ആയി കിടക്കുക. അതുകൊണ്ട് തന്നെ എത്ര കൈ കൊടുത്തെന്ന് പറഞ്ഞാലും വണ്ടി കയറിയല്ല. അല്ല ടിക്കറ്റ് അല്ല. പടവായന ഇനി ഇത് തിരിക്കാനാ കാട്. ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്, ഹോസ്പിറ്റലിലേക്ക്. വെള്ളം
തുറ മതിയോ? ഞാനേ ഇരിക്കുന്നില്ല, അവിടെ ഇരി. അത് പോ ഇഷ്ടപ്പെട്ടില്ല. ആ അവിടെ നിന്ന് ചേട്ടൻ എന്നെ കൈകൊണ്ട് കാണിച്ച് വിളിച്ച് ഇല്ല വരാൻ പറ്റില്ല. പല ദൂരം ഇല്ല, കുഴപ്പമില്ല. എടുക്കാം. പൊട്ടിയോ? ചേട്ടാ വെൽക്കം. വീട് ഏറ്റുമാനൂര്. ആ വെള്ളം നിമിഷം. പാർക്കിംഗ് അല്ല, ഇതിനെ കണ്ടത് തലയിടിക്കോ? അങ്ങനെ നമ്മളിവിടെ 2 പാക്കറ്റ് പകുതി വിറ്റേ, പകുതി നമ്മൾ കൊടുത്തില്ല. ചേട്ടാ വെള്ള Bye. Right. Hi. Pani. Pani. Ah. അത് ചീരയല്ല. വ്ളോഗിങ് വെള്ളം പാട്ട്.
പുല്ല്. മുടിഞ്ഞാലോ എന്നിക്കുമേ വിടാമുയർത്തി ഈശോയേ. ഒന്നാമത് ഇതിന് ബ്രേക്ക് ഇല്ല. ചേട്ടാ ആ കുടി കൂടൊക്കെ അല്ലേ ഇതുകൊണ്ട് തരുന്ന സന്തോഷം വരുമ്പോഴേ വെള്ളം മാത്രമല്ല ദൈവത്തിന്റെ അനുഗ്രഹം. എന്നാ ഇത് അയ്യോ മോനെ വെള്ളം കഴിക്കാൻ ചെറുപടിയൊന്നും ഇല്ലായിരുന്നു. പോയി മോനെ
ദൈവം സഹായിക്കും കേട്ടോ. അയ്യോ, അങ്ങനെ നമ്മുടെ 5 പാക്കറ്റിൽ 4 പാക്കറ്റും പകുതിയായി. ഇനിയിപ്പോൾ ഇതിനകത്തിരിക്കുന്നിടത്ത് ഇങ്ങോട്ട് നോക്കാം. നമുക്കിവിടെ രക്ഷയില്ല. അത് കുറച്ചുകൂടി ഉണ്ട്. രണ്ട് കുപ്പി അതിനകത്ത് കിടക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ ഇതിലാകതെ ഇത്രയും കൂടി ഉള്ളൂ. ഇത് നമ്മളിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കൊടുത്ത് തീർക്കും. അമ്മച്ചി അയ്യ, അയ്യോ, ചേട്ടാ സാറേ സാറേ ആ താങ്ക് യു. അയ്യോ, അങ്ങനെ നമ്മുടെ ഇതേ ഇപ്പം ഇനി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10-20 ബോട്ടിലും കൂടി ഉള്ളൂ കേട്ടോ. അല്ല, 20 ബോട്ടിലൊന്നും ഇല്ല. മാക്സിമം നമ്മുടെ പോയി കഴിഞ്ഞാൽ ഒരു 10 ബോട്ടിലും കൂടി ഉണ്ട്. അതിപ്പോൾ നമ്മുടെ ഈ പോകുന്ന വഴി കാണാൻ എല്ലാവർക്കും കൊടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ പരിപാടി തീർക്കും. അയ്യോ,
വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെ കൊച്ചുമോക്ക് വേറെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അയ്യോ ഫോട്ടോ അല്ല, ആണ്ടാ അയ്യോ ഫോട്ടോ അല്ലത്, ഇത് വെള്ളം മാത്രമേ ഉള്ളൂ. വേറെ എന്നാ തിന്നാനും മേടിച്ചത് ഒരു വെള്ളം. നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വെള്ളത്തിൽ നിന്നു. ഇത് കൂടെ ഇത് കൂടെ അടുത്ത വെള്ളം അതൊന്നും എടുത്ത് ചീമാട്ടി ഇട പറഞ്ഞു. താങ്ക്സ്. അവിടെ വെള്ളം അവർക്ക് കൊടുത്തു. രാജ്യം കൊടുത്തു. അയ്യോ ഇനി ലാസ്റ്റ് 2 എണ്ണം കൂടി ഉള്ളൂ. ആ 2 എണ്ണം നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത് തീർത്ത് പരിപാടി നിർത്തും. ഒറ്റ കുപ്പിയും കൂടി കയ്യിലിരിപ്പുണ്ട്. അതും ആർക്കെങ്കിലും കൊടുത്തിട്ട് നമുക്ക് നേരെ സൈനിങ് ഔട്ട് ചെയ്യാം. പൈസ വെള്ള പാനി പാനി. ലാസ്റ്റ് കൂട്ടിൽ നമ്മളൊരു ചേട്ടന് കൊടുത്തു. ചേട്ടൻ അന്തിച്ച് നിൽക്കുക തന്നെ സംഭവം എന്നൊക്കെ ഓർത്തുകൊണ്ട്. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ തണലുള്ള ഒരു സ്ഥലത്ത് എത്തിയേക്കുവാണ്. നമ്മുടെ 2 കുപ്പി ഇടിയിരിപ്പുണ്ട്. അയ്യോ ഒന്നും കുടിക്കട്ടെ, ഒരു രക്ഷയില്ല. അയ്യോ ഞാൻ ഈ ചൂടത്ത് ഈ ജാക്കറ്റും ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയെ പോകുന്ന പൊടിയും കാറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് ഒന്നാമത് മേക്കമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അതും കൂടി ആയാൽ ശരിയായില്ല. അപ്പോൾ അതേ നമ്മുടെ ചാലഞ്ച് നടത്തിയത് 2 ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി 98 എണ്ണോ നമ്മൾ ആൾക്കാർക്ക് കൊടുത്തു. ഏകദേശം ഒരു മണിക്കൂർ എടുത്തുള്ളൂ. മെഡിക്കൽ കോളേജ് പോയി, കോട്ടയം ടൗണിൽ പോയി, പെട്ടെന്ന് തന്നെ സാധനം തീരുകയും ചെയ്തു. എന്നാണെങ്കിലും ഗായ്സ് വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ദാഹിച്ച് നിൽക്കുന്നവർക്ക് ഒരു കുപ്പി വെള്ളം കൊടുക്കാമെന്ന് പറ്റുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഗായ്സ് എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഇനിയും നമുക്കിതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം വേണം. അപ്പോൾ എന്താണെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതോളം വരെ ഇറ്റ്സ് മീ സെബിൻ ആൻ്റണി, ഇറ്റ്സ് മൈ ചാനൽ സെബിൻസ് വ്ലോഗ് സൈനിങ് ഔട്ട്. ബൈ. ക്യാമറ ഇപ്പോൾ താഴെ പോകാണേ.